അവസരങ്ങൾ പാഴാക്കരുത് എന്നുള്ളത് അത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇഫ് യു കം ലേറ്റ് ഡസൻ മീൻ യു ക്യാൻ ലീവ് ഏർലി. എന്താ ഭീഷണിയാണ്? അത് ഭീഷണിയാണോ? അത് ശരി. റെസ്റ്റ് ആൻഡ് ബിസിനസ് കണ്ടില്ലേ? യവനാജ് സാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ആൻഡ് ബിസിനസ്സാണ്. റെസ്റ്റ് ആൻഡ് ബിസിനസ്. കുറച്ച് നേരം പുള്ളിക്കാരൻ റെസ്റ്റ് എടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ആൾക്കാർ കാണുമായിരിക്കും, അച്ഛനോ അമ്മയോ അല്ല വേറെ ഏതെങ്കിലും റിലേറ്റീവ്സോ ഒക്കെ ആരെങ്കിലും കട നോക്കി നടത്താനായിട്ട് ആൾ കാണും തീർച്ചയായിട്ടും. അപ്പം ബാക്കിയുള്ള സമയത്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം വെനെവർ ഹീ ഈസ് ഗെറ്റിംഗ് ടൈം ആൻഡ് ഹി വിൽ ബി ജോയിൻ വിത്ത് ദ ബിസിനസ്. അപ്പോൾ അത്രയും സമയം കുറച്ചുകൂടെ എൻജോയ് ചെയ്തിട്ട് കഴിഞ്ഞ് കച്ചവടമൊക്കെ ഒരു കുഴിപ്പിച്ച് വീണ്ടും ക്ഷീണം വരുമ്പോൾ പതുക്കെ ഇറങ്ങി ആരെങ്കിലും ഹാൻഡ് ഓവർ ചെയ്തിട്ട് വീണ്ടും പതുക്കെ വെളിയിറങ്ങി ലോകം ചുറ്റുന്നു. അപ്പം ഞാൻ ഇതിനിടയിലൊരു ഞാനൊരു കഥ പറഞ്ഞത് നിങ്ങൾക്ക് കൺസീവ് ആയോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മുടെ മഴ സമയം ചെറിയൊരു ചാറിലുള്ള വൈകുന്നേരം, സായം സന്ധ്യ വൈകുന്നേരത്തിൽ നമ്മളൊരു നല്ലൊരു വയലിൻ്റെ അരികിലുള്ള നമ്മുടെ ചായക്കട, ചായപ്പീടിക, പണ്ടത്തെ നമ്മുടെ നാട്ടിൻപുറത്തെ പ്രയോഗമല്ല ചായപ്പീടിക നമ്മളിങ്ങനെ അടിച്ച് കുടിക്കുന്ന ചായയും കൂടെ നമ്മൾ അങ്ങനെ ഊതിപ്പറപ്പിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ വെളിയിലോട്ട് നോക്കി ആകാശത്തിലോട്ട് നോക്കി ഇങ്ങനെ ചായ ഊതി കുടിക്കുന്ന ഒരു സീന്. ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ബെഞ്ചിൽ നമ്മുടെ സൈഡിലൊരു പത്രം ഇരിപ്പുണ്ട്. ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്നില്ലേ? അനദർ വൈബ് സെഡ് ഇറ്റ്. സാറേ, ഇഫ് യു ടേക്ക് റെസ്റ്റ് മൈ ഹോൾ ഫാമിലി വിൽ കൊളാപ്സ്. ഇഫ് ഐ ടേക്ക് റെസ്റ്റ്. അല്ല, അത് ശരിയാണ്.